നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പാലക്കാട് കരിമ്പയിലെ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികൾക്ക് വിട നൽകാൻ നാട്. മരിച്ചത് റിദ ഫാത്തിമ, നിദ ഫാത്തിമ, AS ആയിഷ, PA ഇർഫാന ഷെറിൻ എന്നിവർ. അപകടത്തിൽപ്പെട്ടത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. ജഡ്ജിമാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും വിധികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓൺലൈനിലൂടെ പങ്കുവെക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സുപ്രീം കോടതി. ജഡ്ജിമാർ സന്യാസിയെ പോലെ ജീവിക്കുകയും കുതിരയെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിരീക്ഷിച്ചതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു. എറണാകുളം ലോ കോളേജിന് മുൻപിൽ വാനും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. വാനിലെ ഡ്രൈവറായ വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത്. അമിത വേഗതയിലെത്തിയ കാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാകിസ്ഥാൻ ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനം രാജിവെച്ച് ഓസ്ട്രേലിയൻ മുൻ പേസർ ജെയ്സൺ ഗില്ലസ്പി. പാകിസ്ഥാന്റെ നിർണായക ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടു മുൻപാണ് ഗില്ലസ്പി പരിശീലക സ്ഥാനം രാജിവെക്കുന്ന കാര്യം പാക് ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചത്. വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ദീക്ഷിതാണ് ആദ്യ പട്ടികയിൽ ഇടം നേടിയത്. ആം ആദ്മി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് സന്ദീപ് ദീക്ഷിത് സ്ഥാനാർത്ഥിയാകുന്നത്. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.